Poetry, Kavida, a poem on poetry. Kavithയെ പറ്റി ഒരു കവിത. Friends, this is an interesting poem on poetry. A poem that helps us to look at poetry in a better light. ഈ കവിത ഇഷ്ടമുള്ള ആളുകളുമുണ്ട്, ഇഷ്ടമില്ലാത്ത ആളുകളുമുണ്ട്. പ്രത്യേകിച്ചും ഈ കവിത ഇഷ്ടമില്ലാത്ത ആളുകൾക്ക് കവിതകളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ ഇല്ലാതാക്കാൻ സഹായിക്കുന്ന ഒരു കവിതയാണിത്. Poetry by the famous American poet Marianne Moore. Friends, let's take a look at the essay first. Question: Poetry is a manual for the readers to analyze their interest in poetry. Explain. വായനക്കാർക്ക് കവിതയോടുള്ള അവരുടെ താല്പര്യത്തെ ഒന്ന് പരിശോധിക്കാൻ സഹായിക്കുന്ന ഒരു കവിതയാണ് poetry. Here is paragraph number 1. Marianne Moore is one of the most fascinating poets of the 20th century. 20ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഒരു കവിയാണ് Marianne Moore. Written in a conversational tone, the poem titled Poetry speaks about how poetry is viewed by various kinds of readers. വിവിധ തരത്തിലുള്ള വായനക്കാർ കവിതയെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് പ്രതിപാദിക്കുന്ന ഒരു കവിതയാണ് poetry. She favors a genuine physical reaction than an intellectual one in the readers. ബുദ്ധിപരമായിട്ടുള്ള ഒരു പ്രതികരണത്തെക്കാൾ കൂടുതൽ ഒരു ശാരീരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് കവി ഇവിടെ താല്പര്യപ്പെടുന്നത്. This is paragraph number 1. Now let's move on to paragraph number 2. The poem begins with the expression I too dislike it. That is, the poet too dislikes poetry. എനിക്കും അത് ഇഷ്ടമല്ല, അതായത് കവിക്കും കവിത അത്ര ഇഷ്ടമല്ല എന്ന ഒരു വാക്യത്തോടു കൂടിയാണ് നമ്മുടെ കവിത ആരംഭിക്കുന്നത്. Then the poet tells us why many people dislike poetry. പല ആളുകൾക്കും എന്തുകൊണ്ടാണ് കവിത ഇഷ്ടമല്ലാത്തത് എന്ന് അവർ തുടർന്ന് പറയുന്നു. She compares poetry to a fiddle. കവിതയെ ഫിഡിൽ, അതായത് വയലിൻ പോലെയുള്ള ഒരു വാദ്യോപകരണം, അതിനോടാണ് അവർ ഉപമിക്കുന്നത്. Poetry might seem worthless as it deals with simple things in life. ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതായതുകൊണ്ട് കവിത നിസ്സാരമാണെന്ന് തോന്നാറുണ്ട്. The language of poetry can be ambiguous. കവിതയുടെ ഭാഷയോ അത്ര എളുപ്പം മനസ്സിലാവണമെന്നില്ല. വിവിധ തരത്തിലുള്ള അർത്ഥങ്ങൾ ഉള്ളതായതുകൊണ്ട് ambiguous, മനസ്സിലാക്കാൻ വിഷമം തോന്നിയേക്കാം. But Moore says that poetry has a genuine space. ഇതൊക്കെയായാലും കവി പറയുന്നത് കവിതയ്ക്ക് ഒരു യഥാർത്ഥ സ്ഥാനമുണ്ടെന്നാണ്. It is understood by genuine readers. യഥാർത്ഥ വായനക്കാർ അത് മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യും. ഏത് കവിത? This is paragraph number 2. Now paragraph number 3. The language of poetry is intense and honest. കവിതയുടെ ഭാഷ തീവ്രവും സത്യസന്ധവുമാണ്. Poetry doesn't discriminate. കവിത വിവേചനം കാട്ടുന്നില്ല. It just helps readers to think about the simplest, unnoticed side of life. സാധാരണ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിലെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാൻ അത് വായനക്കാരെ സഹായിക്കുന്നു. This may not sound interesting to intellectuals or literary critics. ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഒരുപക്ഷെ ബുദ്ധിരാക്ഷസന്മാർക്കും സാഹിത്യ നിരൂപകർക്കും ഇഷ്ടപ്പെടാമെന്നില്ല. But it can influence genuine readers who can appreciate these qualities. പക്ഷേ ഈ പറയപ്പെട്ട ഗുണഗണങ്ങൾ ആസ്വദിക്കുന്ന യഥാർത്ഥ വായനക്കാരെ ഈ പറഞ്ഞത് സ്വാധീനിക്കും. Poetry helps to perceive things clearly. കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കുവാൻ കവിത സഹായിക്കും. It also helps people to hold on to life. ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ ആളുകളെ കവിത സഹായിക്കും. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ആസ്വദിക്കുവാൻ കവിത നമ്മളെ സഹായിക്കുന്നു. This is paragraph number 3. Now here is the last paragraph. Paragraph number 4. Moore also warns the readers against half poets who are not able to write or appreciate genuine poetry. നല്ല കവിത എഴുതാനോ ആസ്വദിക്കുവാനോ കഴിവില്ലാത്ത half poets, നമ്മൾ പറയാറില്ലേ അരക്കിറുക്കൻ, മുറിവൈദ്യൻ എന്നൊക്കെ എന്ന് പറയുന്നത് പോലെ പൊട്ടക്കവികൾ, half poets, അവരെ സൂക്ഷിക്കണം എന്ന് മൂർ വായനക്കാരോട് പറയുന്നു. The poet wishes to find poets who create imaginary gardens with real toads in them. മനസ്സിൽ
സാങ്കല്പിക ലോകത്തുള്ള ആ പൂന്തോട്ടത്തിൽ ഒളിഞ്ഞിരിക്കുന്ന ആ ചെറിയ തവളകൾ, ടോഡ്സ്, ആ തവളകളെ സൃഷ്ടിക്കാൻ കഴിയുന്ന കവികളെ കണ്ടെത്താനാണ് ഈ കവി മൂർ നമ്മളോട് പറയുന്നത്. She says, if you demand the raw material of poetry in all its rawness, then it shows that you are interested in poetry. ഒരു വായനക്കാരന് കവിതയിൽ യഥാർത്ഥ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെങ്കിൽ കവിതയുടെ അസംസ്കൃത വസ്തുക്കളെ, അതായത് കവിത എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ആ വസ്തുക്കൾ അതിന്റെ തനിമയിൽ കാണാനാണ് ആഗ്രഹമെങ്കിൽ ഒരു വായനക്കാരന് കവിതയിൽ യഥാർത്ഥ താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂർ ഈ കവിത അവസാനിപ്പിക്കുന്നത്. This is the end of our essay. Now, paragraph questions. Question number 1. On what grounds does the speaker say that she is not a fan of poetry? കവിതയുടെ ഒരു ആരാധികയല്ല താൻ എന്ന് ഈ കവി എന്തർത്ഥത്തിലാണ് പറയുന്നത്? മൂർ says that she is not a fan of poetry. കവിതയുടെ ഒരു ആരാധികയല്ല എന്ന് കവി പറയുന്നു. She too dislikes poetry. അവരും കവിത ഇഷ്ടപ്പെടാത്തത് because there are things that are more important than poetry. കവിതയേക്കാൾ കൂടുതൽ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് കവിക്കും കവിത ഇഷ്ടമല്ല എന്ന് പറയുന്നത്. Poetry might look unimportant as it deals with simple things in life. ജീവിതത്തിലെ നിസ്സാരപ്പെട്ട കാര്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്നതായതുകൊണ്ട് കവിത അത്ര പ്രാധാന്യമുള്ളതെല്ലാം തോന്നിയേക്കാം. The high sounding interpretations make poetry difficult to understand. ഈ ഘനഗംഭീരമായിട്ടുള്ള കവിതയെ പറ്റിയുള്ള വ്യാഖ്യാനങ്ങൾ കവിത ശരിയാവണ്ണം മനസ്സിലാക്കുവാൻ നമ്മളെ സഹായിക്കുന്നില്ല. We do not admire poetry when we cannot understand it. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കവിത നമ്മൾ ഇഷ്ടപ്പെടില്ലല്ലോ. There are also half poets who are insolent and trivial. ധിക്കാരികളായിട്ടുള്ള, അല്പന്മാരായിട്ടുള്ള ഈ പൊട്ടക്കവികളും നമ്മളുടെ ഇടയിലുണ്ട്. What they produce is not poetry at all. അവരെഴുതുന്നത് ഒരിക്കലും കവിതയേ അല്ല. They bring dishonor to poetry. അവർ കവിതയ്ക്ക് പേരുദോഷം ഉണ്ടാക്കുന്നു. This is paragraph question number 1. Now, paragraph question number 2. How does the speaker criticize high sounding interpretation? കവിതയെ പറ്റിയുള്ള ഘനഗംഭീരമായിട്ടുള്ള വ്യാഖ്യാനങ്ങളെ നമ്മുടെ കവി എങ്ങനെയാണ് വിമർശിക്കുന്നത്? The speaker says, അവർ പറയുന്നു, high sounding interpretation makes poetry difficult to understand. ഈ കടുകട്ടിയുള്ള വ്യാഖ്യാനങ്ങൾ കവിത മനസ്സിലാക്കാൻ കൂടുതൽ പ്രയാസം സൃഷ്ടിക്കുന്നതേ ഉള്ളൂ. We do not admire poetry when we cannot understand it. മനസ്സിലാക്കാൻ പ്രയാസമുള്ള കവിത നമുക്ക് ഇഷ്ടമല്ലല്ലോ. There are poems on the bat holding on upside down or in search of something to eat. ആഹാരം അന്വേഷിച്ചു പോകുന്നതോ അല്ലെങ്കിൽ മരത്തിന്മേൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നതോ ആയിട്ടുള്ള വവ്വാലുകളെ പറ്റിയുള്ള കവിതകളുണ്ട്. Some poems speak about elephants pushing. വനത്തിനകത്ത് വലിയ മരങ്ങൾ തള്ളിയിടാൻ വേണ്ടി ശ്രമിക്കുന്ന ആനകളെ പറ്റിയുള്ള കവിതകളുണ്ട്. Or a wild horse taking a roll. നിലത്ത് കിടന്ന് ഉരുളുന്ന കാട്ടുകുതിരകളെ പറ്റിയുള്ള കവിതകളുണ്ട്. അല്ലെങ്കിൽ വൃക്ഷത്തിന് താഴെ കാണുന്ന ഭീകരന്മാരായിട്ടുള്ള വൂൾഫ്, ചെന്നായ്ക്കളെ പറ്റിയുള്ള കവിതകളുണ്ട്. Some others write about immovable critic. മറ്റു ചില കവിതകൾ ശാഠ്യക്കാരായിട്ടുള്ള നിരൂപകരെ പറ്റിയാണ്, വിമർശകരെ പറ്റിയാണ്. The baseball fan and the statistician. ഈ ബേസ്ബോൾ ആരാധകരെ പറ്റിയും സ്ഥിതിവിവര കണക്കുകൾ എടുക്കുന്ന ആളുകളെ പറ്റിയും ഒക്കെ കവിതകളുണ്ട്. But such writings turn people away from poetry. പക്ഷേ ഇത്തരം കവിതകൾ ആളുകളെ കവിതയിൽ നിന്ന് അകറ്റുന്നു. ഇമാതിരിയുള്ള കവിതകൾ സാധാരണ ആളുകൾക്ക് ഇഷ്ടമല്ല. This is paragraph question number 2. Now, paragraph question number 3. List out the important phenomena as mentioned by the speaker. Why does she think they are important? ചില പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളെ പറ്റി കവി പറയുന്നുണ്ട്. ഏതൊക്കെയാണ് അവ? അവ പ്രധാനപ്പെട്ടതാണെന്ന് കവി കരുതുന്നത് എന്തുകൊണ്ട്? Here is the answer. The speaker mentions several important phenomena. ധാരാളം പ്രധാനപ്പെട്ട പ്രതിഭാസങ്ങളെ പറ്റി കവി പറയുന്നുണ്ട്. Like the bat holding on upside down. മരത്തിൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ. Or in search of something to eat. അല്ലെങ്കിൽ ഇരപിടിക്കാൻ പോകുന്ന വവ്വാലുകൾ. And elephants pushing. വൻമരങ്ങളെ തള്ളി വീഴ്ത്തുന്ന ആനകളെ പറ്റി. There is also a wild horse taking a roll. വനത്തിൽ കിടന്നുരുളുന്ന കാട്ടുകുതിരകളെ പറ്റി. And a tireless wolf under a tree. വൃക്ഷങ്ങൾക്ക് താഴെ നിൽക്കുന്ന ചെന്നായ്ക്കളെ പറ്റി ഒക്കെ കവിതകളുണ്ട്. Then there is the immovable critic.
who moves his skin like a horse that feels a flea. ചെള്ളുകുത്തുമ്പോൾ ശരീരം അനക്കുന്ന കുതിരകളെ പോലെ ഈ തൊലി അനക്കുന്ന ലൈക്ക് ദിസ്. ശാഠ്യക്കാരായിട്ടുള്ള ക്രിറ്റിക്സ്, വിമർശകർ, ദ ബേസ്ബോൾ ഫാൻ, ബേസ്ബോളിന്റെ ആരാധകർ, ആൻഡ് ദ സ്റ്റാറ്റിസ്റ്റീഷ്യൻ, സ്ഥിതി വിവര കണക്കുകൾ എടുക്കുന്ന ആളുകൾ, ഇവരെ പറ്റിയൊക്കെ കവിതകളുണ്ട്. ബിസിനസ് ഡോക്യുമെന്റ്സ് ആൻഡ് സ്കൂൾ ബുക്സ് മേ ഓൾസോ ബി റെക്കൺഡ്. ബിസിനസിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്ന പുസ്തകങ്ങൾ, സ്കൂൾ പുസ്തകങ്ങൾ, ഇവയൊക്കെ ഈ കൂട്ടത്തിൽ നമുക്ക് കണക്കാക്കാം. All these phenomena are important. ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതാണ്. Why? Because they help readers to think about the simple, unnoticed side of life. സാധാരണ ആളുകൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ജീവിതത്തിലെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാൻ വായനക്കാരെ ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നു. This is paragraph question number 3. Now, take a look at paragraph question number 4. According to the speaker, what happens when we read good poetry? നല്ല കവിത വായിക്കുമ്പോൾ വായനക്കാർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഗുഡ് പോയിട്രി ഹെൽപ്സ് ടു പെർസീവ് തിങ്സ് ക്ലിയർലി. കാര്യങ്ങളെ വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. എന്ത്? ഗുഡ് പോയിട്രി, നല്ല കവിതകൾ. ദ ലാംഗ്വേജ് ഓഫ് പോയിട്രി ഇസ് ഇന്റൻസ് ആൻഡ് ഓണസ്റ്റ്. കവിതയുടെ ഭാഷ തീവ്രവും സത്യസന്ധവുമാണ്. പോയിട്രി ഡസന്റ് ഡിസ്ക്രിമിനേറ്റ്. വിവേചനം കാണിക്കുന്നില്ല കവിത. ഇറ്റ് ഹെൽപ്സ് റീഡേഴ്സ് ടു തിങ്ക് അബൌട്ട് ദ സിംപ്ലസ്റ്റ് അൺനോട്ടിസ്ഡ് സൈഡ് ഓഫ് ലൈഫ്. സാധാരണ ലളിതമായിട്ടുള്ള ജീവിതത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാൻ വായനക്കാരെ സഹായിക്കുന്നു കവിത. ദിസ് മേ നോട്ട് സൗണ്ട് ഇൻട്രസ്റ്റിംഗ് ടു ഇന്റലക്ച്വൽസ് ഓർ ലിറ്റററി ക്രിറ്റിക്സ്. സാഹിത്യ നിരൂപകർക്കും ബുദ്ധിജീവികൾക്കും ഒരുപക്ഷെ ഇത് അത്ര രസകരമായി തോന്നണമെന്നില്ല. ബട്ട് പോയിട്രി ക്യാൻ ഇൻഫ്ലുവൻസ് ജെനുവിൻ റീഡേഴ്സ് ഹു ക്യാൻ അപ്രീഷിയേറ്റ് ദീസ് ക്വാളിറ്റീസ്. ഈ ഗുണഗണങ്ങളെ ആസ്വദിക്കാൻ പറ്റിയ വായനക്കാരുണ്ട്. ആ വായനക്കാരെ സ്വാധീനിക്കാൻ കവിതയ്ക്ക് സാധിക്കും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് പീപ്പിൾ ടു ഹോൾഡ് ഓൺ ടു ലൈഫ്. ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ, ജീവിതത്തെ സ്നേഹിക്കുവാൻ അത് ആളുകളെ സഹായിക്കുന്നു. പോയിട്രി എനേബിൾസ് us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ആസ്വദിക്കുവാൻ കവിത നമ്മളെ സഹായിക്കുന്നു. This is paragraph question number 4. Now the last paragraph question. Then you are interested in poetry. അപ്പോ നിനക്ക് കവിതയിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലാക്കാം. This is the last line of the poetry. According to the speaker, which are the possible ways to analyze one's interest in poetry? ഒരു മനുഷ്യന് കവിതയിൽ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വിശകലനം ചെയ്യാൻ എന്തൊക്കെ വഴികളുണ്ട് എന്നാണ് കവി പറയുന്നത്. Look at the answer. The speaker talks about the possible ways to analyze one's interest in poetry. ഒരു മനുഷ്യന്റെ കവിതയിലുള്ള ഇൻട്രസ്റ്റിനെ, താല്പര്യത്തെ അളക്കാൻ ഉള്ള വഴികളെ പറ്റിയാണ് അവർ പറയുന്നത്. At the same time, she also warns, ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നുണ്ട് അതേസമയം, against half poets. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മുറിവൈദ്യന്മാർ, അരക്കിറുക്കന്മാർ എന്ന് പറഞ്ഞതുപോലെ പൊട്ടക്കവികളുണ്ട്. കവികളാണെന്ന് നടിക്കുന്നവർ, who are not able to write or appreciate genuine poetry. ഈ പൊട്ടക്കവികൾക്ക് യഥാർത്ഥ കവിത എഴുതാനോ ആസ്വദിക്കാനോ കഴിയില്ല. The poet wishes to find poets who create imaginary gardens with real toads in them. മനസ്സിലെ സാങ്കല്പികമായിട്ടുള്ള പൂന്തോട്ടത്തിൽ ആ ചെടികൾക്ക് താഴെയുള്ള തവളകളെ കണ്ടെത്താൻ സഹായിക്കുന്ന കവികൾ. അങ്ങനെയുള്ള കവികളുടെ കവിതകൾ വായിക്കാനാണ് പറയുന്നത്. She says, if you demand the raw material of poetry in all its rawness, കവിതയുടെ അസംസ്കൃത വസ്തുക്കളെ അതിന്റെ തനിമയിൽ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, and that which is genuine, സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ കാണാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, then you are interested in poetry. അങ്ങനെയെങ്കിൽ നിനക്ക് കവിതയിൽ താല്പര്യമുണ്ട് എന്ന് പറയാൻ സാധിക്കും. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ആസ്വദിക്കാൻ കവിത നമ്മളെ സഹായിക്കുന്നു. This is the end of the paragraph questions. Now the short answer questions. Question number 1. What are the useful things listed by the speaker? കവിതയുടെ തുടക്കത്തിൽ ചില ഉപയോഗമുള്ള സാധനങ്ങളെ പറ്റി പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? The useful things listed are genuine things. ആ യൂസ്ഫുൾ തിങ്സ് എന്ന് പറയുന്നത് ശുദ്ധമായ, പരിശുദ്ധമായ സാധനങ്ങളാണ്. genuine things such as hands that can grasp, എടുക്കാൻ പറ്റുന്ന കൈകൾ, eyes that can dilate, വികസിക്കാൻ പറ്റുന്ന, വിരിയാൻ പറ്റുന്ന കണ്ണുകൾ, and hair that can rise, ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന രോമങ്ങൾ. ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന രോമങ്ങൾ എന്ന് പറഞ്ഞാൽ ആസ്വാദനമാണ്. കൈകൾ, കണ്ണുകൾ എന്നൊക്കെ പറയുന്നത് പഞ്ചേന്ദ്രിയങ്ങളാണ്.
The skin, eyes, nose, mouth, ears, തൊട്ടു നോക്കാനും കാണാനും മണക്കാനും രുചിക്കാനും കേൾക്കാനുമുള്ള വ്യത്യസ്ത അനുഭവങ്ങൾ. ഇപ്പറയപ്പെട്ട കാര്യങ്ങളാണ് യൂസ്ഫുൾ തിങ്സ്, ഉപയോഗമുള്ള സാധനങ്ങൾ. They are important because they are useful. ഉപയോഗമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് അവയ്ക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നത്. This is answer to question number 1. Now, short answer question number 2. According to the poet, how can one find something genuine in poetry? കവിതയിൽ ശുദ്ധമായ കാര്യങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? One can find something genuine in poetry only when there is in it hands that can grasp, eyes that can dilate, and hair that can rise. കവിതയിൽ സംശുദ്ധമായ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നത് ഈ കാര്യങ്ങളുള്ളപ്പോഴാണ്. എന്ത്? ഹാൻഡ്സ് ദാറ്റ് ക്യാൻ ഗ്രാസ്പ്, എടുക്കാൻ പറ്റുന്ന കൈകൾ. ഐസ് ദാറ്റ് ക്യാൻ ഡയലേറ്റ്, വിരിയാൻ പറ്റുന്ന കണ്ണുകൾ. ആൻഡ് ഹെയർ ദാറ്റ് ക്യാൻ റൈസ്, ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റുന്ന രോമങ്ങൾ. ഈ കാര്യങ്ങൾ ഉള്ളപ്പോഴാണ് വൺ ക്യാൻ ഫൈൻഡ് സംതിങ് ജെനുവിൻ ഇൻ പോയട്രി, ശുദ്ധമായ സാധനങ്ങൾ കവിതയിൽ കാണാൻ സാധിക്കുന്നത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 3. Is the speaker impatient with half poets? Why? ഈ പൊട്ടക്കവികളെ പറ്റി സംസാരിക്കുമ്പോൾ കവി എന്തുകൊണ്ടാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? The speaker is impatient with the half poets. ഈ പൊട്ടക്കവികളെ നമ്മുടെ കവിക്ക് ഇഷ്ടമല്ല. കാരണം they drag things into prominence unnecessarily. ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അനാവശ്യമായി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു ഈ പൊട്ടക്കവികൾ. The result is poetry that people dislike. അതിന്റെ ഫലമോ ആളുകൾക്ക് ഇഷ്ടമില്ലാത്ത, ആളുകൾ വെറുക്കുന്ന കവിത. ഇതുകൊണ്ടാണ് പൊട്ടക്കവികളെ നമ്മുടെ മൂറിന് ഇഷ്ടമല്ലാത്തത്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 4. How does the speaker define people who are really interested in poetry? കവിതയിൽ യഥാർത്ഥ താല്പര്യമുള്ള ആളുകളെ നമ്മുടെ കവി എങ്ങനെയാണ് നിർവചിക്കുന്നത്? The speaker says that if you demand the raw material of poetry in all its rawness and that which is genuine, then you are interested in poetry. കവിതയുടെ അസംസ്കൃത വസ്തുക്കളെ അതിന്റെ തനിമയിൽ കാണാനാണ് ആഗ്രഹമെങ്കിൽ, and that which is genuine, സംശുദ്ധമായിട്ടുള്ള കാര്യങ്ങളെ കാണാനാണ് ആഗ്രഹമെങ്കിൽ, then you are interested in poetry. അങ്ങനെയെങ്കിൽ നിനക്ക് യഥാർത്ഥ കവിതയിൽ താല്പര്യമുണ്ട് എന്ന് പറയാൻ സാധിക്കും. Poetry enables us to admire the simplicity and the variety in life. ജീവിതത്തിന്റെ സിംപ്ലിസിറ്റി, ലാളിത്യം, വെറൈറ്റി, വൈവിധ്യം, ഇവ ആസ്വദിക്കാൻ കവിത നമ്മളെ സഹായിക്കുന്നു. Friends, here is the last short answer question. Question number 5. We do not admire what we cannot understand. Can you explain? നമുക്ക് മനസ്സിലാകാത്ത സാധനങ്ങളെ നമുക്ക് ഇഷ്ടമല്ല. ഇതൊന്ന് വിശദീകരിക്കാമോ? Admiration or respect, ആദരവ്, സ്നേഹം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് for something comes only when we can understand it properly. ആളുകളെ ആയാലും സാധനങ്ങളെ ആയാലും ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആദരവും സ്നേഹവും ഇഷ്ടവും ഉണ്ടാവുകയുള്ളൂ. We do not admire what we cannot understand. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത സാധനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടാറില്ല, ആദരിക്കാറില്ല. Friends, this is all about poetry and Marianne Moore. Well, friends, as usual, you can download these notes from the link that is given in the description box below. Take a printout of these notes and read it until you become very familiar with it. Also, watch this video as many times as you can. I'm sure these notes and the video will help you a lot. So friends, thank you for watching. See you in the next video.